സാർ, ഒരു മതപരിവർത്തന ഗ്യാങ്ങിൻ്റെ തലവനെ പിടികൂടിയ ഒരു വാർത്ത കേൾക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇയാളൊരു ശതകോടീശ്വരനാണെന്നും ഇയാളെക്കുറിച്ച് ഇഡിയും SITയും ഒക്കെ അന്വേഷണം ആരംഭിച്ചു എന്ന് പറയുന്നു. കൗതുകമുള്ള വാർത്തയാണുള്ളത്. പക്ഷെ ചങ്കൂർ ബാബ എന്നാണ് പേര്. ചങ്കൂർ ബാബ എന്ന് കേട്ടാൽ ബാബ എന്ന് സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ ഒരു ഹിന്ദു സന്യാസിയാണെന്നൊക്കെ കരുതും. അങ്ങനെയല്ല, ഇയാൾ മുസ്ലിമാണ്. സ്വാഭാവികമായിട്ടും താടിയൊക്കെ ഉണ്ട്. ജമാലുദ്ദീൻ എന്നാണ് ഇയാളുടെ പേര്. ഉത്തർപ്രദേശിൽ നേപ്പാൾ അതിർത്തിയിലാണ് ഇയാളുടെ മതപരിവർത്തന ഗാങ് പ്രവർത്തിക്കുന്നത്. വിധവകളെയൊക്കെ വിവാഹ വാഗ്ദാനമൊക്കെ കൊടുത്തിട്ടൊക്കെ യോഗി ആദിത്യനാഥ് പറയുന്നത് സ്ത്രീകളുടെ അന്തസ്സ് കെടുത്തുന്ന പ്രവൃത്തികളുടെ ഇയാളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ എന്താണെന്നുള്ളത്. യോഗിക്ക് അത്രയല്ലേ പറയാൻ പറ്റൂ. പിന്നെ ദുർബലരെ, പാവപ്പെട്ടവരെ, ദളിതരെയൊക്കെ കാശ് കൊടുത്തൊക്കെ മയക്കി ആണ്. അപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ EDയും അന്വേഷണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. 40 അക്കൗണ്ടുകളിലായിട്ട് 106 കോടി രൂപ ഇയാളുടെ അക്കൗണ്ടിലുണ്ട്. ഈ പൈസ പെട്ടെന്നിങ്ങനെ പൈസ കുന്നുകൂടാൻ തുടങ്ങിയപ്പോഴാണ് EDയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ 106 കോടി രൂപയിൽ കൂടുതലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മതപരിവർത്തനം ഈ ഹിന്ദുക്കളെ, പാവപ്പെട്ടവരെയും ദലിതരെയും ഒക്കെ മതപരിവർത്തനം നടത്തുന്ന ഗാങ് ആണെന്ന് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇയാൾ സൈക്കിളിൽ ഈ റോൾഡ് ഗോൾഡ് എന്നൊക്കെ പറയില്ലേ, മോതിരം, അങ്ങനത്തെ മോതിരം, പിന്നെ തകിടുകൾ, മന്ത്രം ജപിച്ച തകിട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വിറ്റ് നടന്നിരുന്ന ഒരാളാണ്. സൈക്കിൾ മാത്രമായിരുന്നു ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള വാഹനം. അങ്ങനെ നടന്ന ആളാണെന്നുള്ളത് അറിയാം. ഇയാൾ ഈ ഉത്തർപ്രദേശിൽ നേപ്പാൾ അതിർത്തിയിൽ റഹ്റ മാഫി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഉള്ള ആളാണ്. കുറച്ചു കാലം ഗ്രാമത്തലവനുമൊക്കെ ആയിരുന്നു. ഗ്രാമത്തലവനാകുമ്പോൾ കുറച്ച് സ്വാധീനമൊക്കെ വരുമല്ലോ. ഉത്തരോല എന്ന് പറഞ്ഞ മേഖലയിലാണ്, നേപ്പാൾ അതിർത്തിയിൽ. പെട്ടെന്ന് വരവിൽ കുതിച്ചുചാട്ടം വരുമാനത്തിൽ കണ്ടപ്പോഴാണ് അന്വേഷണങ്ങൾ നടത്തി തുടങ്ങിയത്. ഈ സഹായി ഒരു സ്ത്രീയാണ്, നീതു എന്ന് പേര് കേട്ടാലും ഹിന്ദു ആണെന്ന് തോന്നുമില്ല, നസ്രീൻ, മുസ്ലിമാണ്. ഇവരെ ഈ നസ്രീൻ്റെ കൂടെ ഇയാളെ ലക്നൗവിലെ ഒരു ഹോട്ടലിലാണ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ചയായിരുന്നു അറസ്റ്റ്. ചൊവ്വാഴ്ചയാണ് ED രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഇത് പുറത്തൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. ഉത്തർപ്രദേശിൽ ശരിക്കും ഗ്രാമമൊക്കെ ഇയാളുടെ ബൽറാംപൂരിലാണ്. ബൽറാംപൂർ. അപ്പോൾ പാവം തൊഴിലാളികൾ, വിധവകൾ, അശരണർ, ഇവർക്ക് പല സാമ്പത്തിക സഹായം, വിവാഹ വാഗ്ദാനം, ഇനി അതല്ലെങ്കിൽ ഭീഷണി, തട്ടിക്കളയും കൊന്നുകളയും എന്നൊക്കെയുള്ള ഭീഷണി. ഇങ്ങനെയാണ് മതം മാറ്റിക്കൊണ്ടിരുന്നത്. ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അന്വേഷിക്കുന്നുണ്ട് ഇയാൾക്ക് ഭീകര സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം. അത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും അന്വേഷിക്കുന്നുണ്ട്. ED പണം വരവ് കാരണം വിദേശത്ത് നിന്നൊക്കെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ED രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ചാങ്കൂർ ബാബയ്ക്ക് പീർ ബാബ എന്നും പേരുണ്ട്. അപ്പോൾ ഈ ED കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ചയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. EDയുടെ ലക്നൗ യൂണിറ്റ് ആണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ നീതുവിനെ, ഈ നസ്രീൻ ഉണ്ടല്ലോ ഇയാളുടെ സഹായി, അവരെ ആയിട്ടൊരു പരിചയം ഉണ്ടായ ശേഷം എങ്ങനെയോ കണ്ടുമുട്ടിയ ശേഷം മാധ്പൂരിൽ, ഇയാളുടെ ഗ്രാമമൊക്കെ നിൽക്കുന്ന പ്രദേശം തന്നെയാണ് ഈ മാധ്പൂർ എന്ന് പറയുന്നത്. മാധ്പൂർ ദർഗയുടെ അടുത്ത് ഇയാളൊരു കെട്ടിടം ഉണ്ടാക്കി. വലിയ കെട്ടിടമാണ് ദർഗയുടെ അടുത്ത്. ആ കെട്ടിടത്തിൽ 2 ഭാഗങ്ങളുണ്ട്. അതിലൊരു ഭാഗത്ത് ഇയാളുടെ കുടുംബം, പിന്നെ സഹായികൾ ഒക്കെ താമസിക്കുന്നു. മറ്റേ ഭാഗം എന്ത് ചെയ്യണം എന്നുള്ളത് പല ആലോചനകൾ നടക്കുന്നുണ്ട്. ആശുപത്രിയാക്കാം, സ്കൂളാക്കാം, കോളേജാക്കാം എന്നൊക്കെ പല ആലോചനകൾ നടക്കുന്നുണ്ട്. ആ മറ്റേ ഭാഗത്ത് 2 പട്ടികളുണ്ട്. പിന്നെ 15 CCTV ക്യാമറകളുമുണ്ട്. ഒക്കെ സംശയാസ്പദ. അപ്പോൾ ആരെങ്കിലും വരുന്നത് എവിടെയെങ്കിലും ഇരുന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ. അതും 15 ക്യാമറ, ഒരെണ്ണമൊന്നുമല്ല, വലിയ കെട്ടിടങ്ങളാണ്. പലയിടത്തും ഇയാൾക്ക് സ്വത്തുണ്ട്.
മഹാരാഷ്ട്രയിലെ ലൊനാവാലയില്ലേ റിസോർട്ട്, ആ മഹാരാഷ്ട്ര പൂനെക്ക് ഇടയ്ക്കാണ് ലോനാവല, ഒരുപാട് സുഖവാസ കേന്ദ്രമാണ്. അവിടെ അയാൾക്ക് ഒരുപാട് സ്വത്തുണ്ട്. പക്ഷെ അത് ചങ്കൂർ ബാബയുടെ പേരിൽ മാത്രമല്ല, നവീൻ എന്ന് പറഞ്ഞൊരാളുടെ പേരിലും കൂടിയാണ് അത് കാണുന്നത്. അതിന് 16.49 കോടി രൂപ വില വരും ആ സ്വത്തിന്. ഇത് വിറ്റിരിക്കുന്നത് മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞിട്ടൊരാളാണ് രേഖകൾ നോക്കുമ്പോൾ കാണുന്നത്. ഇയാൾക്ക് പക്ഷേ ഒരു അഹമ്മദ് ഖാൻ പണം അയച്ചു കൊടുത്തതായിട്ടും കാണുന്നുണ്ട്. 2 അഹമ്മദ് ഖാനും ഒന്നാണോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ ഏജന്റുമാർ, അതുപോലെ സർക്കാരിൻ്റെ അകത്ത് ചില ഓഫീസർമാർ, ചില സർക്കാർ ജീവനക്കാരൊക്കെ ഇയാളുടെ ഏജന്റുമാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എത്ര പേരെ ഇയാൾ മതം മാറ്റി, എത്ര തരം, ഏതൊക്കെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു, ഇതൊക്കെയാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച യോഗി പറഞ്ഞു രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഇയാൾ. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ അന്തസ്സ് ഇയാൾക്ക് എടുത്തിട്ടുണ്ട്. ഈ സമൂഹം ഇത്തരം ആളുകൾ സമൂഹത്തിനെ നശിപ്പിക്കാനായിട്ട് നമ്മൾ അനുവദിക്കില്ല. ഒരു ആരാച്ചാരനെ പോലെയാണ് ഇയാൾ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. അപ്പോൾ ഇയാളെപ്പറ്റി വിവരങ്ങൾ കൊടുക്കുന്നവർക്ക് 50,000 രൂപ ഇനാമൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ജാമ്യമില്ലാ വാറണ്ട് ഇയാൾക്കെതിരെ പുറപ്പെടുവിച്ചിരുന്നു. ഈ നവീൻ എന്ന് പറഞ്ഞൊരുത്തൻ മറ്റേ ലോനാവലയിലെ സ്ഥലം മേടിച്ചത് നവീൻ എന്നും പറഞ്ഞുകൂടിയാണല്ലോ. അതാണ്. അപ്പോൾ ഹിന്ദു പേരും ഇവർ കൊണ്ടു നടക്കുന്നു. ആവശ്യം വേണ്ട. നസ്രീന് നീതു എന്നുള്ള പേര്, ഇയാൾക്ക് ചങ്കൂർ ബാബ എന്നുള്ള പേര്, ഈ നവീൻ്റെ പേരും ജമാലുദ്ദീൻ തന്നെയാണ് ശരിക്കുള്ള പേര്. പിന്നെ ഈ ജമാലുദ്ദീൻ്റെ മകൻ മെഹബൂബിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 8-നാണ് അവരുടെ 2-3 പേരുടെ അറസ്റ്റ് നടന്നത്. ഇയാളെ പിടിക്കുന്നത് ഇപ്പോഴാണ്. ED ചൊവ്വാഴ്ചയാണ് രംഗത്തും വന്നിരിക്കുന്നത്. അതാണ് ഈ ചങ്കൂർ ബാബയുടെ. അപ്പോൾ ഇയാൾ ഇത്രയും പൈസ, ഒരു ശതകോടീശ്വരനാണല്ലോ. അപ്പോൾ ഇയാൾ സ്വാഭാവികമായിട്ട് ഈ പൈസയുടെ ഒരു സ്രോതസ് ഉണ്ടാവില്ലേ? അപ്പോൾ ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ചില ആളുകളുടെ പിന്തുണയോടുകൂടി നടത്തുന്നു എന്നുകൂടി നമ്മൾ അർത്ഥമാക്കണ്ടേ? കാരണം ഈ മതപരിവർത്തനം നടത്തുന്നതിലൂടെ ഇയാൾ എവിടുന്നോ പണം സമ്പാദിക്കുന്നുണ്ടല്ലോ. അതായത് വിദേശത്ത് നിന്ന് ഇയാൾക്ക് ഫണ്ട് കൊടുക്കുന്നു ആളുകളെ മതം മാറ്റാൻ വേണ്ടി. അപ്പം മുതലാളിക്ക് ആ പൈസ കൊടുക്കുന്ന ആളുകളില്ലേ, അവർക്ക് പട്ടിക കൊടുക്കണമല്ലോ. ഞാൻ ഇത്ര ആളെ മതം മാറ്റി, അത് ഒരാൾക്ക് ഇത്ര വെച്ചിട്ടാണല്ലോ വിദേശത്ത് നിന്ന് കൊടുക്കുക. ആ രേഖകൾ കൊടുക്കണം. ഈ മതം മാറ്റം എന്ന് പറയുന്നത് മുമ്പ് കേരളത്തിലും മതം മാറ്റത്തിൻ്റെ, ക്രിസ്ത്യൻ മതം മാറ്റത്തിൻ്റെ രേഖകൾ നമ്മൾ നോക്കിയാൽ അപ്പോഴും വിദേശത്തെ മുതലാളിക്ക് ഇവർ പട്ടിക കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതെപ്പോഴും ഇവർ അതൊക്കെ വളരെ അജണ്ട കൃത്യമായിരിക്കുമല്ലോ. ഇവർ പണി ചെയ്യുന്നുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് കാണിക്കുക? ഞാൻ ഇന്ന ആളെ രാമൻകുട്ടിയെ മാറ്റി ഇല്ലേ, ഹിന്ദു ആണ്, അപ്പോൾ അയാൾ രാജാവുമായിട്ട് ബന്ധമുള്ള ആളാണെങ്കിൽ കുറച്ചുകൂടി അങ്ങനെയാണല്ലേ, അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് ഇവിടെ നിന്ന് രാജാവിൻ്റെ മകനായിരുന്ന ഒരാളെ മതം മാറ്റിയിട്ടാണല്ലോ ജേക്കബ് രാമവർമ്മ എന്നാണ് പേര്. ആ പേര് കളയുന്നില്ല. പേര് ഇടുമ്പോൾ, മതം മാറ്റിയിട്ട് പേരിടുമ്പോൾ ജേക്കബ് രാമവർമ്മ എന്നാണ്. ഈ ഞാൻ ഒരു നോവലേ എഴുതിയിട്ടുള്ളൂ, അത് ഈ ജേക്കബ് രാമവർമ്മയെ പറ്റിയാണ്. അതെയോ? എൻ്റെ നാട്ടിലുള്ള കഥയാണല്ലോ. അപ്പം എനിക്ക് ആ സമയത്തൊരു കൊങ്കണി ബ്രാഹ്മണൻ അനന്തൻ എന്ന് പറഞ്ഞൊരാളെയും ഇയാളുടെ കൂടെ മട്ടാഞ്ചേരിയിൽ വെച്ചിട്ട് ഫോർട്ട് കൊച്ചി മതം മാറ്റുന്നുണ്ട്. റിഡ്സ് ഡെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഉപദേശി വന്നിട്ടാണ്, സുവിശേഷകൻ വന്നിട്ടാണ് മതമൊക്കെ മാറ്റുന്നത് ആ കാലത്ത്. അത് കഴിഞ്ഞ് ജേക്കബ് രാമവർമ്മ ഗുണ്ടർട്ടിൻ്റെ കൂടെ താമസമായി തലശ്ശേരിയിൽ. അപ്പം ഗുണ്ടർട്ടിന് ഒരുപാട് പഴഞ്ചൊല്ലുകളൊക്കെ സമാഹരിച്ചിട്ടില്ലേ. അപ്പം ഇങ്ങനത്തെ ചില സഹായങ്ങളുമൊക്കെ ഉണ്ടെന്ന് നമ്മൾ കാണണം. ഗുണ്ടർട്ടിന് ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അങ്ങനെയും ചില ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണണം. ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോവുകയൊക്കെ ചെയ്തു. അപ്പം ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഇയാൾക്ക് പെട്ടെന്ന് പൈസ വന്നാണ്. സിനിജി ചോദിച്ച പോലെ അതിന് കാണിക്കണമല്ലോ ഇത് എവിടുന്ന് വന്നു എന്നുള്ളത്, എന്ത് പണി ചെയ്തിട്ടാണെന്നുള്ളത് മനസ്സിലാകണ്ടേ. ഇപ്പൊ 40 അക്കൗണ്ടിന്റെ കാര്യം എന്ത്? അതെ, ഒരു മനുഷ്യന് 40 അക്കൗണ്ട് എവിടുന്ന വരിക? എന്ത് കാര്യത്തിന്? അതാണ്.
40 അക്കൗണ്ടും 106 കോടി രൂപയും പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മണി ട്രെയിൽ നോക്കുമല്ലോ ഇഡി, എവിടുന്ന് വന്നു എന്ന്. ആ എവിടുന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഇതിൻ്റെ അകത്ത് പ്രതികളല്ലേ. ഇത് മതപരിവർത്തന ഗാങ്ങാണിത്. ഓരോരുത്തർ ലളിതമായിട്ട് മുമ്പ് ചെയ്തിരുന്ന പോലെയൊന്നുമല്ല, ഒരു ഗാങ്ങിങ് അപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് ഇയാൾ ഗ്രാമത്തലവനാണ്, ഇയാൾ ബാബ എന്ന് പറഞ്ഞ സമൂഹത്തിൽ നടക്കുന്നു ഇല്ലേ. പിന്നെ ഇയാളുടെ പ്രദേശത്തൊക്കെ വലിയ അനുയായ വൃന്ദം ഇതൊക്കെ ഉണ്ട്, പേടിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ഗുണ്ടകളുണ്ട്. ഇങ്ങനെയാണ് ഒരു ഗാങ്. അപ്പൊ ഈ ഗാങ് ഒക്കെ മുമ്പ് കോൺഗ്രസ് ഭരണമൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ വളരെ ലാവിഷായിട്ട് നടന്നിരുന്നതാണ്. അപ്പോൾ ഇപ്പൊ ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. പഞ്ചാബിലേക്കൊക്കെ ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പഞ്ചാബിൽ പോയിട്ട് മതം മാറ്റം നടത്തുകയാണ്. ഇവരുടെ ജോലി ജിഹാദും മതം മാറ്റമൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ അവിടെ മോസ്കുകൾ ധാരാളം ഉയർന്നു വന്നിരിക്കുന്നു പഞ്ചാബിൽ പലയിടത്തും, പ്രത്യേകിച്ച് അതിർത്തി പ്രദേശത്തും ഒക്കെ എന്നുള്ളത് റിപ്പോർട്ടുകളിൽ കാണാം. അപ്പോൾ ഉത്തർപ്രദേശിൽ ഇതിൻ്റെ ശരിക്കും അടിവേര് അറക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചങ്കൂർ ബാബ പിടിയിലായിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.